ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലായി ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോട്ടോ കൊളാഷ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫിൻഷ് എന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. ഇതിനായി നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെയായി ഫിൻഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫിൻഷ് ഫോട്ടോ കൊളാഷ് മേക്കർ ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾ കൊടുക്കുക. ഫിൻഷ് ഫോട്ടോ കൊളാഷ് മേക്കർ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഓപ്പൺ കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ഫോട്ടോ കൊളാഷിലേക്ക് വേണ്ട ഇമേജുകളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഷേപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഷേപ്സ് കളക്ഷൻ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. നാം സെലക്ട് ചെയ്ത് കൊടുത്ത ഇമേജുകളെല്ലാം ഒരു സ്ക്വയർ ഷേപ്പിനുള്ളിലായി അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഡ്ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജുകളുടെ സൈസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജുകൾ തമ്മിൽ വേണ്ട സ്പേസും അറേഞ്ച് ചെയ്യുക. ഓക്കെ കൊടുക്കുക. എഡിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഫോട്ടോ നിങ്ങൾക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യുവാനുണ്ടെങ്കിൽ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ക്രോപ്പ് കൊടുക്കുക. ഇവിടെ നിന്നും ഫോട്ടോ നിങ്ങൾക്ക് വേണ്ട വിധം അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ കൊടുക്കുക. ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാൻഡേർഡ് കൊടുക്കുക. ഫോട്ടോ കൊളാഷ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫിൻഷ് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ കൊളാഷ് ഇമേജ് ഓപ്പൺ ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ ഇമേജ് ലെയറിന്റെ മുകൾ വശം നിങ്ങൾക്ക് വേണ്ട വിധം എൻലാർജ് ചെയ്ത് സ്ക്രീനിന്റെ ലെഫ്റ്റ് എഡ്ജിൽ വരുന്ന വിധം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. കർസർ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ആനിമേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അടയാളപ്പെടുത്തുന്നതിന് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലെയറിൽ ആനിമേഷന്റേതായ ഒരു ബട്ടൺ വന്നിരിക്കുന്നത് കാണാം. കർസർ ഇവിടെ നിന്നും പതിയെ മൂവ് ചെയ്ത് ഇമേജ് ലെയറിന്റെ എൻഡിങ്ങിൽ കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് മുകളിലേക്ക് ഉയർത്തി ഇമേജിന്റെ താഴ്ഭാഗം റൈറ്റ് എഡ്ജിനോട് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വീഡിയോ പ്ലേ ചെയ്ത് ആനിമേഷൻ മൂവ്മെന്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു കൊടുക്കുക. ആവശ്യമെങ്കിൽ ഇമേജിന്റെ ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള PNG ഫോർമാറ്റിലുള്ള സ്പോട്ട്ലൈറ്റ് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇമേജ് സ്ക്രീനിന്റെ മധ്യഭാഗത്തായി വരുന്ന രീതിയിൽ ഒരൽപ്പം എൻലാർജ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജാണ് ലഭിച്ചിരിക്കുന്നത്. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. കർസർ ഈ ഇമേജ് ലെയറിന്റെ എൻഡിങ്ങിൽ നിന്നും ഇതുപോലെ കുറച്ചു ദൂരം അകത്തേക്ക് വെച്ചുകൊണ്ട് രണ്ടാമതായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷനും നിങ്ങൾക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. മൂന്നാമതായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക.
ഈ ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫെയ്ഡ് കൊടുക്കുക. ഔട്ട് ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫെയ്ഡ് കൊടുക്കുക. ഓരോ ഇമേജ് ലെയറുകളിലും ക്ലിക്ക് ചെയ്ത് ഈ ആനിമേഷൻ സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ ആവർത്തിക്കുക. ഇവിടെ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ആനിമേഷനുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്ലാക്ക് ട്രാൻസ്പെറന്റ് ലെയർ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ലെയർ സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷസ് ലെറ്ററിംഗ് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ടെംപ്ലേറ്റ് ബ്ലാക്ക് ട്രാൻസ്പെറന്റ് ലെയറിന് മുകളിൽ കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. കവറേജ് കൊടുക്കുക. ഔട്ട് ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് ഫെയ്ഡ് കൊടുക്കുക. ആദ്യത്തെ ഇമേജിന്റെ എൻഡിങ്ങിലായി കർസർ വെക്കുക. ഈ ബർത്ത്ഡേ വിഷസ് ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഇമേജ് ലെയറിന്റെ എൻഡിങ്ങിലും കർസർ വെച്ചുകൊണ്ട് ബർത്ത്ഡേ വിഷസ് ടെംപ്ലേറ്റ് ലെയർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ നിന്നും ഓരോ ഇമേജ് ലെയറുകളിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട വിധം അവയുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ 3 ഇമേജുകളും വേണ്ട വിധം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.